ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുളകിട്ട കേര മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. മീൻകറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ കേരമീൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഈ മീൻ കഷ്ണമൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റോളം നമുക്കത് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇത് മൂന്നും നമ്മൾ ചതച്ചെടുത്തിട്ടാണ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി. പിന്നെ ഇതാ കുറച്ച് കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് കുതിർക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യം കടുക്, ഉലുവ, ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി ഇത് 4ഉം കൂടെ ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ബൗളിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. നമ്മുടെ ഈ പൊടികളെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. ഇങ്ങനെ പേസ്റ്റ് ആക്കി കൊടുത്തിട്ടാണ് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ പുളിവെള്ളം ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് മീൻകറി വെക്കാനുള്ള പാത്രം എടുത്ത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. പാത്രം നല്ലപോലെ ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുകും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടിപ്പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഉലുവ നന്നായി മൂപ്പിച്ച് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഈ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറ്റി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി നിങ്ങൾക്ക് കുറച്ച് അധികം എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഉള്ളി ചതച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് അങ്ങോട്ട് കളർ മാറി പോകുന്നു വേണ്ട, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളി നീളത്തിലരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ തക്കാളിയും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ തക്കാളിയൊക്കെ നല്ലപോലെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. ആ പേസ്റ്റ് എടുത്ത പാത്രത്തിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരണം. പൊടികളെല്ലാം നല്ലപോലെ ചൂടായി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വന്ന് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. കുടപ്പുളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പുളി നമ്മുടെ മീൻകറിക്ക് കുറച്ച് മുകളിൽ നിൽക്കണം. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം പുളി എത്രത്തോളം വേണോ അതനുസരിച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തുകൊണ്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് സമയത്തേക്ക് നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഈ പുളിവെള്ളം എല്ലാം നല്ലപോലെ അങ്ങോട്ട് തിളച്ച് നമ്മുടെ ഈ ചാറൊക്കെ നല്ലപോലെ ഒന്ന് കുറുകി വന്ന് ഈ എണ്ണയൊക്കെ മുകളിലിങ്ങനെ തെളിഞ്ഞ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യമുള്ള അത്രയും ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തുകൊണ്ട് നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒഴിച്ചു കൊടുത്ത ചൂടുവെള്ളമൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ കറിക്ക് ആവശ്യമുള്ളതിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളമാവണം. കാരണം നമുക്ക് മീൻ കഷ്ണങ്ങൾ വെന്ത് കിട്ടണം. അപ്പോൾ അത്രയും വെള്ളമായി കിട്ടുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. കേരയുടെ കഷ്ണങ്ങൾ മൊത്തമായിട്ടും ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കേരയിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വെച്ചതാണ്, അതുകൊണ്ട് പിന്നെ അതിലേക്ക് ഇനി സെപ്പറേറ്റ് ഉപ്പൊന്നും നമുക്ക് ആഡ് ചെയ്യേണ്ടി വരില്ല. ഇനി ഈ മീൻ കഷ്ണങ്ങളും കൂടെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം.
അടച്ച് വെച്ചൊന്നും കൊടുക്കാതെ തുറന്ന് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് കയ്യിലൊന്നും വെച്ച് അങ്ങോട്ട് ഇളക്കി കൊടുക്കരുത്. ജസ്റ്റ് 2 സൈഡും ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ പാത്രത്തിൽ തന്നെ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ മുകളിൽ തെളിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള അത്രയും ഗ്രേവിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേര മീൻകറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.